അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ വളരെ വ്യത്യസ്തരാണ് എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഒരേ ശിലയിട്ട രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വരികയല്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ, അള്ളാഹുവിനെ പരിഗണിക്കുന്നവർ, അള്ളാഹുവിനെ ചിന്തിക്കുന്നവർ, അള്ളാഹുവിൻ്റെ ബന്ധുക്കൾ, അള്ളാഹിൻ്റെ അടുപ്പക്കാർ, ഇതാണ് ഔലിയാക്കൾ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മുഹദ്ദിസീങ്ങളിൽപ്പെട്ട, ഫുഖഹായിൽപ്പെട്ട, സൂഫിയന്മാരിൽപ്പെട്ട, യോദ്ധാക്കളിൽപ്പെട്ട, ധീരന്മാരിൽപ്പെട്ട, എല്ലാറ്റിലും പെട്ട ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളവർ. എല്ലാവരും അവരെ ആദരിക്കും, ആരും അവരെ മാനിക്കും. ഇമാമിനെ ശാഫിഈ തങ്ങളൊക്കെ അവരെ പ്രകീർത്തിച്ചിട്ടുള്ള രീതിയിൽ നോക്കിയാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, അബ്ദുള്ള എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കായി വരുന്ന തരത്തിലാണ് മുഹദ്ദിസീങ്ങൾ വിവരിക്കുക. ഹദ്ദസന അബ്ദുല്ലാഹി എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളാവും. ആ രീതിയിൽ ആണ് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങളുടെ അടുത്ത്, ഫുഖഹാന്റെ അടുത്തും അങ്ങനെ തന്നെ. അവരുടെ മുൻപിൽ യൂസുഫ് ഇബ്നു അസ്ബാത്ത് എന്ന മഹാന്മാരിൽപ്പെട്ട, ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാന്റെ ഇബാദത്തിനെ കുറിച്ചും അവരുടെ ഇബാദത്തിൻ്റെ ചിട്ടകളെക്കുറിച്ചും അതിൻ്റെ ആധിക്യത്തെക്കുറിച്ചും എല്ലാം വിവരിച്ചു. ഇത് കേട്ടപ്പം മഹാനവറുകൾ അവരുടെ മുമ്പിൽ വിവരിക്കുന്നത് അവരോട് പറയാണ്. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലഖദ് ദക്കർത്തും ഖൗമൻ യുസ്തശ്ഫാ ബിദിക്രിഹിം, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു അല്ലാഹു തആലാന്റെ നല്ല ഇഷ്ടദാസന്മാരെയാണ്. അവരെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തു രോഗങ്ങളും ശിഫയായി കിട്ടും, എന്തു പ്രയാസങ്ങളും പോയി കിട്ടും, മനസ്സിൻ്റെ അകത്തുള്ള എല്ലാത്തരം മാലിന്യങ്ങളും നീങ്ങിക്കിട്ടും. നമുക്ക് എന്തെങ്കിലും ശാരീരിക രോഗങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് മാറിക്കിട്ടും. ഓലെ പറഞ്ഞാൽ തന്നെ അത്ര നല്ല ആളുകളെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. അതിൽപ്പെട്ടവരാണ് യൂസുഫ് ഇബ്നു അസ്ബാത്ത് എന്ന് അർത്ഥം. ഇത് പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറയുന്നു, പക്ഷേ ഇദാ കാന നാസു, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരായ പേര് പറയപ്പെടുന്ന മനുഷ്യന്മാരും വിഭാഗവും എല്ലാവരും ഈ കോലത്തിലായാൽ, ഇതേ രൂപത്തിലായാൽ, ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കാനും അവർക്ക് ഉറുദി പറഞ്ഞു കൊടുക്കാനും അവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കാനും ആരാണ്? അവർക്ക് ഹലാൽ ഹറാമിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരാണ്? വലിയ ഇയാദത്തിൽ മറുള്ള രോഗികളെ സന്ദർശിക്കാൻ പോരാൻ ആരാണ്? വലിയ ഷുഹൂദിൽ ജനായിദി, മനുഷ്യന്മാരുടെ മയ്യത്തിനെ പരിപാലിക്കാനും കൂടെ പോകാനും മറമാടാനും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരാണ്? ഇങ്ങനെയുള്ള ഒരുപാട് കടപ്പാടുകൾ മനുഷ്യർക്കിടയിലുണ്ടല്ലോ. ആ കടപ്പാടുകളൊക്കെ ചെയ്യാനും ആൾ വേണ്ടേ എന്ന് മഹാനായ അബ്ദുല്ലാഹി മുബാറക് പറഞ്ഞ ഒരു മഹത്തായ വസ്തുത ഔലിയാക്കന്മാരുടെ കഥകൾ തന്നെ വിവരിക്കുന്ന, ഔലിയാക്കൾ തന്നെ പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. മഹാനായ ഇമാം ഷഅറാനി തങ്ങളവറുകൾ തൻ്റെ തബഖാത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളുടെ ആ വാക്ക് വിലയിരുത്തി നമ്മൾ പഠിച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പല വിധമാണ്. ഹലാൽ ഹറാമിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മുഫ്തിമാരും ആലിമീങ്ങളും ഖാദിമാരും ഒക്കെ ആയിട്ടുള്ള മഹത്തുക്കൾ, ജനങ്ങളെ സേവിക്കാനും മയ്യത്ത് പരിപാലനത്തിനും. നമ്മളെ നാട്ടിൽ കണ്ടില്ല ചില ആളുകൾ മരിച്ചു എന്ന് കേട്ടാൽ അവിടെ അവരെത്തിയിട്ട് അവിടുത്തെ ഒത്താശകളും മറ്റൊക്കെ ചെയ്യുക. പേരിനും പ്രശസ്തിക്കും ചെയ്യുന്നവർ ചിലരൊക്കെ കാണുമായിരിക്കും, ആളാക്കാൻ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു കൂട്ടരുണ്ട്. ഞാൻ മഞ്ചേരിയിൽ എപ്പോഴും ഒരാളെ കാണും. അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, അത് മരിച്ചു പോയിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത് മരിച്ചിട്ടുള്ളൂ, ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി മഞ്ചേരിയിലെ പ്രസിദ്ധമായ എല്ലാ ആശുപത്രികളിലും പോയി അയാൾ ആ ആശുപത്രികളുടെ റൂമുകളിലെല്ലാമുള്ള രോഗികളായ മുസ്ലിമീങ്ങളായ ആണുങ്ങളെ പ്രത്യേകമായി സന്ദർശിച്ചു വരും. അതിന് മൂപ്പരെ ഇഷ്ടക്കാരുണ്ട്, അറിയൊക്കെ ഉണ്ട്, പരിചയമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും കാണും. ഇത് നേരം വെളുത്തിട്ടുള്ള മൂപ്പരുടെ ഒരു പണിയാണ്. എന്നും ചെയ്യുന്ന ഒരാൾ, വളരെ നല്ലൊരു മനുഷ്യനായിരുന്ന ഒരാൾ. ഇങ്ങനെയുള്ള ചിട്ടകളുള്ള ഒരുപാട് ആളുകളുണ്ട്. ജനാസകൾ സംബന്ധിച്ചാലും മരിച്ചു എന്ന് കേട്ടാൽ, വണ്ടൂരിലുണ്ടായിരുന്നൊരു കുഴിക്കാടൻ കുഞ്ഞിപ്പോക്ക മരിച്ചു എന്ന് കേട്ടാൽ ആ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും മൂപ്പരുണ്ട്. പള്ളിക്കൽ വന്ന് പറയുന്നതും ഖബർ ഊത്തുന്നത് പറയുന്നതും മയ്യത്ത് കൊണ്ടുപോകുന്നതും അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ട ഒത്താശകളും ഒക്കെ കുഴിക്കാട് കുഞ്ഞിപ്പോക്കാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദറജകൾ ഉയർത്തുകയും ഹസനാത്തുകളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹിൻ്റെ അടിയങ്ങളിൽ അവരവർക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അമലുകളും ത്വാഅത്തുകളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്.
നമ്മളിത് മനസ്സിലാക്കാൻ ഞാൻ പ്രത്യേകം ഉണർത്തുന്നത് ഞമ്മക്കൊക്കെ ഔലിയാകാം എന്ന് മനസ്സിലാക്കാനാണ്. ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ച് എല്ലാവർക്കും ഔലിയാക്കളാകാം. ഒരേ രീതിയിൽ പോകുന്നവരെ പോലെ തന്നെ ആകാൻ അതേ പ്രകൃതിയാവുമല്ലോ എല്ലാവർക്കും. പലർക്കും പല പ്രകൃതിയാണ്. നാടൻ മട്ടിലുള്ള ചുമട്ടുതൊഴിലാളികൾ, ആ ചുമട്ടുതൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും വേണ്ടി ആക്കിക്കൊണ്ട് അള്ളാഹിൻ്റെ വലിയാകാം. ബിരിയാണി വെക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, അവർ ജോലിയാണത്, ആ ജോലിക്ക് വേണ്ടി പോവുകയാണ്, ജീവിതത്തിന് മാർഗത്തിന് വേണ്ടി പോവുകയാണ്. അവർക്ക് അവരുടെ ആ പ്രവർത്തനങ്ങൾ അള്ളാഹു തആലാക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാക്കി തന്നെ ചുമലിലേർപ്പിച്ചിട്ടുള്ള, അള്ളാഹു തന്നെ അമാനത്തേൽപ്പിച്ചിട്ടുള്ള തൻ്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും പോറ്റാനുള്ള ഒരു ജോലിയാണെന്ന നിയ്യത്തോടെ ആ കാര്യങ്ങൾ ചെയ്യുകയും അതിൽ ഒരു വഞ്ചനയും നടത്താതെ സൂക്ഷ്മമായി ആ കാര്യം ചെയ്യുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബിരിയാണിയൊക്കെ വെക്കാൻ പോയാൽ ഒരുപാട് വഞ്ചന ഉണ്ടാവും. കാരണം കണ്ടോൻ്റെ സാധനം എടുത്ത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും. അതൊക്കെ സാധാരണ വെക്കുന്ന ആൾക്കാർ ഇത് ഒന്നുകൊണ്ടാണ്. അത് സൂക്ഷിച്ചതന്നെ ഞാൻ പറയുന്നത്. ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കുക, ഓൽക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. ബിരിയാണി കണ്ട ചെന്നാൽ ചില വീട്ടിൽ ചില ആളുകൾക്കൊക്കെ വെക്കിനോടത്തേക്കാളെ വേഗം പോവുക. ആ വെക്കിനോടത്തേക്ക് പോയിട്ട് ഓൽക്കൊരു പ്രത്യേകമായ രീതിയിൽ വാങ്ങിയിട്ട് തിന്നുള്ളൂ. അത് തിന്നുന്നതും ചിലർക്കൊരു പ്രയാസമല്ല, കൊടുക്കുന്നത് വെപ്പർക്കും പ്രയാസം ഉണ്ടാവില്ല. ഇതിൻ്റെ മുതലാളിക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി പണം മുടക്കിയാക്കി ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്ന് ഇത് പലപ്പോഴും ചിന്തിക്കാറില്ല, അത് അറിയാറുമില്ല. നാടൻമട്ടിൽ അതൊക്കെ പറ്റുമെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച സാധനം ഇഷ്ടം പോലെ കാണിക്കുന്നവരുണ്ട്. ഒരു മേശമ്മ 8 ആൾ കൂടി ഒരു മേശം വരുന്നാൽ ആ 8 ആൾക്കും കൂടി കൊണ്ടുവന്ന് വെച്ചിന്ന് എല്ലാവർക്കും കൂടി തിന്നാളാണിത്. എല്ലാവർക്കും മൊത്തമായി അവകാശപ്പെട്ടതാണ്. ഒരാൾ ഒന്നായിട്ട് അയാൾക്ക് വേണ്ടതൊക്കെ എടുത്ത് തിന്നുക. അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അയാളിങ്ങനെ എടുത്തു കൊടുക്കുക. ആരാണ്ടതേ അയാളുടല്ലോ, അയാളെ വീട്ടിൽ തന്നെയല്ലോ, എവിടെയെങ്കിലും കിടക്കുന്ന കിട്ടും. ഇതൊന്നും പറ്റില്ല. ഇവിടെയൊക്കെ നിയമം നോക്കാണ്ട് ഞാൻ പറയുന്നത്. ആ നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് അതിൻ്റെ മസാലകളൊക്കെ പഠിച്ച് ചോദിച്ചറിഞ്ഞ്, ഞാനിത് ചെറുങ്ങനെ ചില ക്ലാസ്സിൽ തറാവീഹൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കൊടുക്കുന്ന ചില വാക്കുകളിൽ പറയുമ്പോൾ നമ്മളെ കുട്ടികൾ അന്തം വിടുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണല്ലോ എന്നുള്ളത്. എനിക്ക് അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടില്ലേ എന്ന് ആലോചിക്കുകയാണ്. ചെറുപ്പക്കാർ കുട്ടികൾ ഇതൊന്നും അറിയാത്തൊരു പാടുണ്ട്. ഇത്ര അറിയാൻ ചിന്തിക്കൊന്നും വേണ്ട. അന്യൻ്റേത് അവരുടെ അനുമതിയും സമ്മതവും ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയാത്തവരാരാ? അത് കല്യാണമാകുമ്പം പറ്റും, ബിരിയാണിക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ പറ്റും, കല്യാണത്തിന് വെച്ചെന്ന് പറ്റും എന്നൊരു മനസ്സിലാക്കലാണ്. അവിടെയാണ് തെറ്റ്. ആരുടേതാണ് ഈ സാധനം? ആരാണ് ഇതിന് അനുമതി നൽകേണ്ടത്? ആരുടെ ഇതിനും സമ്മതവുമാണ് ഇതിൽ പരിഗണിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് അവരുടെ സമ്മതമുണ്ടോ, അല്ലെങ്കിൽ അവർ പൊരുത്തപ്പെടുമെന്നുള്ള ധാരണയുണ്ടോ, ഈ നിലക്കാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അന്യൻ്റെ സാധനം. ഇതെല്ലാവർക്കും അറിയണ വസ്തുവും വിവരം തന്നെയാണ്, അറിയേണ്ടതാണ്. പക്ഷെ അത് ചിന്തിക്കാറില്ല എന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ ചിന്തിച്ച് കൃത്യം പോലെ ഒരു ജോലി ചെയ്യുന്ന ആൾ, പടവുകാരനാണെങ്കിൽ ആ പടവുകാരൻ, മറ്റേത് ജോലിക്കാരനാണെങ്കിലും ആ ജോലിക്കാരൻ എത്ര മണിക്കൂറാണ്, എത്ര സമയമാണ് അയാൾ വാങ്ങുന്നത്, കൂലി വാങ്ങുന്നത്, ആ മണിക്കൂർ കൂലി വാങ്ങുന്ന ആൾ ഓരോ പണിക്കാരും ഇപ്പോൾ എത്ര വട്ടാ ഫോണ് പണിയെടുക്കണതിൻ്റെ ഇടയിൽ വരുന്ന കണക്കും പോണ കണക്കും ഓരോ വാച്ചിൽ കൃത്യ ഇത്ര സമയത്ത് വന്നു, ഇത്ര സമയത്ത് പോയി. ചിലർ അതിരാവിലെ വന്ന് ഉച്ചയാകുമ്പോഴത്തിന് വെയിൽ ചൂടാകുമ്പോഴത്തിന് പോകുന്നവർ, ചില രാവിലെ 8, 10, 9 മണിക്കോ 8 മണിക്കോ ഒക്കെ വന്ന് അതിനനുസരിച്ച് പോകുന്നവർക്കൊക്കെ മണിക്കൂർ കണക്കുണ്ട്. പക്ഷെ ആ മണിക്കൂർ കണക്കിൻ്റെ ഇടയിൽ ഫോണുകൾ ഇങ്ങനെ വന്നാൽ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു അതൊക്കെ പറഞ്ഞും പോകുന്ന ഈ പാഴാകുന്ന സമയം മുഴുവൻ ഈ കൂലി തരുന്ന, പണിയെടുത്തതിന് കൂലി തരുന്ന ആ പണി എടുപ്പിച്ച ആൾ ആരാണോ എന്ന് വെച്ചാൽ അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അയാൾക്ക് അവകാശപ്പെട്ട ആ സമയമാണ് ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോ പ്രവൃത്തിക്കാരനും ശ്രദ്ധിച്ച്, ഓരോ പണിക്കാരനും ശ്രദ്ധിച്ച് അവനവൻ്റെ പണിൻ്റെ കാര്യത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയാക്കാൻ അതിൻ്റെ നിയമങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ആ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണെന്ന് പറഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ നമുക്കൊക്കെ സാധാരണക്കാർക്കെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറാം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനോളം വലിയ ഔലിയാക്കൾ ഇവിടെ ആരുമില്ലല്ലോ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനോളം വലിയ ഔലിയാക്കൾ ആരുമില്ല. ആ സ്വഹാബത്തിൽ കർഷകരുണ്ടായിരുന്നു, ചുമട്ടുതൊഴിലാളികളുണ്ടായിരുന്നു, കൊത്തുപണിക്കാരുണ്ടായിരുന്നു, പലജാതി പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാരൊക്കെ അവരവരുടെ പണിയേറ്റ് ജീവിക്കുന്നവരാണ്.
അങ്ങനത്തെ പണികൾ ചെയ്യുന്ന എൻ്റെ സാധാരണക്കാരെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, എല്ലാവർക്കും അവരവരുടെ ജീവിത മേഖലയിൽ പാലിക്കേണ്ട ചിട്ടകളും നിയമങ്ങളുമൊക്കെ മനസ്സിലാക്കി അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിച്ച് അതിലൊന്നും ഒരാൾക്കും നമ്മളെ നാട്ടിൽ നമ്മളെ പ്രദേശങ്ങളിലൊന്നും ഒരാളും അറിയാത്ത ആളെ ഇനി എന്ന് പറഞ്ഞാൽ അത് അള്ളാൻ്റെ മുമ്പിൽ വിലപ്പോകുന്ന ന്യായമല്ല. മഴതൂറായ ജാഹിലല്ല ഇവിടുത്തെ ആൾക്കാർ. കാരണം മൂല്യന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, അതത് മഹലിലൊക്കെയും ആൾക്കാരുണ്ട് ചോദിക്കാനും പഠിക്കാനും പറ്റിയേ. മദ്രസിലെ ഉസ്താദുമാരുണ്ട്, പള്ളിയിലെ ഉസ്താദുമാരുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഫോൺ ചെയ്താൽ ആരോടും ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയുമുണ്ട്. സതുദ്ദേശപൂർവ്വം അറിയാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആരും തട്ടാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ വിഷമങ്ങളുണ്ട്. ഓരോരുത്തർ എന്തൊക്കെയോ ചോദിക്കുമ്പോൾ എടുക്കാനൊക്കെ വിഷമമുണ്ടാകും മൂല്യന്മാർക്ക്. എന്നാലും സൗകര്യങ്ങൾ എമ്പാടുമുണ്ട്. ആ സൗകര്യങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്താതെ ഒരാൾ എനിക്ക് വിവരമില്ല, ഞാൻ അറിയില്ലായിരുന്നു, ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മുഖസ്സിറായ ജാഹിലാണ് അയാൾ. വീഴ്ചയുള്ള ജാഹിലാണ്. അയാളുടെ അറിവില്ലായ്മ അള്ളാൻ്റെ മുമ്പിൽ ന്യായമായി പറയാൻ പറ്റില്ല. ന്യായമായി പറയാൻ പറ്റുന്ന തരത്തിലുള്ളതാവണം നമുക്ക്. അപ്പം നമ്മൾ ചോദിച്ച് പഠിച്ച്, അറിഞ്ഞു പഠിച്ച്, വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു പഠിച്ച്, ഇഷ്ടം പോലെ മസാലകൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ എല്ലാം ശരിയാകണമെന്നില്ല. ശരിയാണോ ശരിയല്ലേ എന്ന് ചോദിക്കാനും സൗകര്യങ്ങളുണ്ടല്ലോ. അവലങ്ങളും ആലംബങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാം ഇതൊക്കെ. ഇന്നോരോട് ചോദിച്ചാലാണ് ഇന്നത് കിട്ടുക, ഇന്നോരോട് ചോദിച്ചാലാണ് അറിയാം. ഇവിടെ ഒന്നും യഥാർത്ഥത്തിൽ പക്ഷപാതിത്വം വളരെ പാമരന്മാർക്ക് പക്ഷപാതിത്വം നോക്കിയിട്ട് ഇന്നോൽക്കേ കിട്ടുള്ളൂ, ഇന്നേൽക്കേ കിട്ടുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ഒരുവിധം ജനങ്ങളിടയിൽ നടക്കുന്നവർക്കൊക്കെ ഇന്ന സംഘടനക്കാരാണെങ്കിലും ഇന്ന പാർട്ടിക്കാരനാണെങ്കിലും ഓരോട് ചോദിച്ചപ്പോൾ തന്നെ വിവരം കിട്ടും, ഓരോട് ചോദിച്ചപ്പോൾ അറിയും എന്ന് തിരിയാത്തവരായി പൊതുജീവിതത്തിൽ പൊതുവെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ആരുമില്ല. അതുകൊണ്ട് തന്നെ ചോദിച്ച് പഠിക്കാതിരുന്നാൽ നമ്മൾ ഒരിക്കലും ന്യായമുള്ളവരല്ല, ജാഹില് മഴതൂറല്ല. ആ നിലക്കു തന്നെ ചോദിച്ച് പഠിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അപ്പോഴാണ് നമുക്കൊക്കെ ഈ ഖാദിയരെപ്പോലുള്ള ഔലിയാക്കന്മാരുടെ അനുസ്മരിക്കുന്നതിന് തീർത്തുള്ളൂ. ഞാനിപ്പോൾ എങ്ങനെയാണ് ഖാദിയരമായിട്ട് കുത്തിരിക്കാൻ? ഞാനും ഖാദിയരാകുമോ? എനിക്കാരെങ്കിലും കുറഞ്ഞ ഒരു ജീവിതം അങ്ങനെ പോകുമോ എന്ന് ചിന്തിച്ചാൽ നമുക്കാർക്കും പറ്റില്ല. പണിക്കാരന് പോകാൻ പറ്റൂല. അപ്പം എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളും അങ്ങനെ ആകണമെന്ന് പറയുമ്പോൾ നമുക്കെങ്ങനെ അങ്ങനെ ആകാൻ കഴിയുക? ഈ ഒരു മൂല്യർക്കും അങ്ങനെ തന്നെ. ഖാദിർ എന്ന് പറഞ്ഞ ആൾ മൂപ്പരെ മനസ്സിലാക്കിക്കൊണ്ട് ദർസ് നല്ലോണം നടത്തിയിരുന്ന ആ ദർസ് നിർത്തിയിട്ട് പിന്നെ സ്വന്തം നഫ്സിനെയും മനസ്സിനെയും മെരുക്കാനും ശരിപ്പെടുത്താനും ക്രമപ്പെടുത്താനും നോക്കുക എന്ന് പറഞ്ഞ് പ്രത്യേകമായ ചിന്തയിൽ അങ്ങനെ നിന്നിരുന്ന ആളാണ്. അങ്ങനെ ദർസ് നടത്തുന്നവർക്ക് പലപ്പം കഴിഞ്ഞുകൊണ്ടെന്നില്ല. ദർസ് നടത്തുന്ന ആളുകൾ ദർസ് നടത്തി പോകും. ആലിമീങ്ങൾ പല വഴിയിൽ പോകും. അവരൊക്കെയും ചെറുതാണെന്ന് നമ്മൾ ധരിക്കാനും പറ്റില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹു തആല ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരോ അള്ളാനെയും റസൂലിനെയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരോ ആയാലും ഒക്കെ ഔലിയാക്കന്മാർ തന്നെയാണ്. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാലും ഔലിയാക്കളാണ്. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അള്ളാഹും റസൂലിനും വഴിപ്പെട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്ത് മാനിച്ച് തങ്ങളെ തന്നെ എല്ലാറ്റിലും അനുകരിച്ചുകൊണ്ടും അവലംബമാക്കിക്കൊണ്ടും തന്നെ നമ്മൾ ജീവിച്ചാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരായി നിങ്ങൾ മാറൂ എന്നാ ഖുർആൻ പറയുന്നത്. വഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് എന്നാണല്ലോ. അള്ളാഹിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹ്ക്ക് ഒരുപാട് ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനാണ്, അള്ളാഹ് എൻ്റെ യജമാനനാണ്, അള്ളാഹു എനിക്ക് ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ആ ഉദരത്തിൽ വെച്ച് എന്നെ പരിപാലിച്ചത് മുതൽക്ക് ഇന്ന് വരെയും അള്ളാഹ് ചെയ്ത റഹ്മത്തുകളും ഇഹ്സാനുകളും ഒക്കെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അള്ളാഹിനോട് ഇഷ്ടം തോന്നാതിരിക്കുമല്ലോ. ആ ഇഷ്ടം ഒരാൾക്കുണ്ടെങ്കിൽ ആ ഇഷ്ടം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടതും ആ ഇഷ്ടം അർത്ഥവത്താക്കാൻ വേണ്ടതും അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണം. നിങ്ങളെയും ഇഷ്ടപ്പെടണമെങ്കിൽ ചെയ്യേണ്ടത് ഫത്തബിഊനി, എന്നെ പിന്തുടർന്ന് എന്നെ റോൾ മോഡലാക്കി എന്നെ മോഡലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുകയും എൻ്റെ ചര്യ എന്താണ്, ജീവിതം എന്താണ്, ഉപദേശം എന്താണ്, എൻ്റെ ദീനിൻ്റെ നിയമം എന്താണ്, എൻ്റെ ദീനിൻ്റെ നിയമമാക്കി ഉലമാക്കൾ പഠിപ്പിച്ചത് എന്താണ്, അത് ശരിക്കും മനസ്സിലാക്കി സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുകയും യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹിൻ്റെ മഹബൂബുകളായിട്ട് നിങ്ങൾ മാറുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഔലിയാക്കന്മാരുടെ ഈ ബഹുവിധ രീതിയിലുള്ള അള്ളാഹു തആലാൻ്റെ ഔലിയാക്കന്മാരുടെ ഈ വൈവിധ്യം, ഈ ബഹുത്വം,
ഈ വിവിധമായ മുഖങ്ങൾ നമുക്കെല്ലാവരും മാതൃകയാക്കാനുള്ളതാണ്. അത് സ്വഹാബത്തിലും ഉണ്ടായിരുന്നു. ഉമർ എന്നവർക്കൊരു മുഖമാണ്, അബൂബക്കർ സിദ്ദീഖിനൊരു മുഖമാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് മറ്റൊരു മുഖമാണ്, അലിയാർക്ക് ഇതൊന്നുമല്ലാത്തൊരു മുഖമാണ്. അങ്ങനെയുള്ള സ്വഹാബാക്കളിൽ നമ്മൾ കേട്ടവർക്കൊക്കെ പല മുഖങ്ങളാണ്. ആ മുഖങ്ങളൊക്കെ ഇന്നത്തെ ഉലമായിലും കാണും, ഇന്നത്തെ ഉലമാക്കളിലും കാണും, ഇന്നത്തെ ദീനിൻ്റെ ആളുകളിലും കാണും. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആലിമീങ്ങളിൽ മാത്രമല്ല സാധാരണക്കാരിലും കാണും. അതാ ഞാൻ പറഞ്ഞത്, സാധാരണക്കാർക്കുമൊക്കെ അവരവരുടെ അറിവ് വെച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറാൻ പറ്റും. അതിന് പറ്റണം.